ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങല്ലേ? അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് പീസസ് ആയിട്ട് മുറിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ യോഗേർട്ട്, അതുപോലെ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം എയർ ഫ്രൈ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും എത്രത്തോളം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 10-12 ബീൻസ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു വലിയ ക്യാരറ്റ്, അതുപോലെ ഒരു 2 കളറ് കുഞ്ഞ് പീസ് ക്യാപ്സിക്കാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 5 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതാണ്. നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ നമ്മൾ എയർ ഫ്രയറിൽ ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. റൈസ് നമ്മൾ ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 30 മിനിറ്റോളം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോളം നമുക്ക് അത് വേവിച്ച് 10 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ഒരു 95% വെന്താൽ മതി. കുറേ വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു 95% വേവിച്ചെടുത്തിട്ട് നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. നല്ല ഒട്ടി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു 30 മിനിറ്റോളം ഫ്രിഡ്ജിലും കൂടെ വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു സെറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഗാർലിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞ ഗാർലിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വഴണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെജിറ്റബിൾസ് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് ഇടാം കേട്ടോ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റണ ഒരു ഫുഡും കൂടിയാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് നമ്മളിത് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് നൈസായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് വഴണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ബാക്കി എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ എഗ്ഗാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത്. എഗ്ഗ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് ചേർക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ സോയാ സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചില്ലി സോസോ കെച്ചപ്പോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോയാ സോസ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. അതുപോലെ നല്ല ഹെൽത്തി ഫ്രൈഡ് റൈസ് കൂടെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ അതിൻ്റെ മുകളിൽ ചേർത്ത് നമുക്കിത് അവസാനിപ്പിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.